മല്ലൻ കടുവ. മല്ലന്റെ മനസ്സിൽ ആഹ്ലാദം തിരതല്ലി. ഇന്നത്തെ ശകുനം നാളെയും കണ്ടിരുന്നെങ്കിൽ. വിശന്നിരിക്കുന്ന വീട്ടുകാരിയെയും കുട്ടികളെയും കുറിച്ചോർത്തപ്പോൾ അവൻ എഴുന്നേറ്റു. സമയം പോകുന്തോറും അവൻ ഉത്കണ്ഠ വർദ്ധിച്ചു. എത്ര നേരമായി ആ മാൻ പോയിട്ട്? അവൻ പറഞ്ഞു പറ്റിച്ചതായിരിക്കുമോ? ഏയ് പാവം, അവൻ അതിനുള്ള ചങ്കുറപ്പ് കാണുകയില്ല. തന്നെയുമല്ല, ആ മുഖത്ത് കള്ളത്തിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല. അല്ലെങ്കിലോ ഈ മാനുകൾക്ക് വല്ല സൂത്രപ്പണിയും അറിയുമോ? അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, അവൻ മറ്റൊരു വഴി ഇങ്ങോട്ട് വന്നാൽ ഈ കൊടുങ്കാട്ടിൽ എവിടെ കാണാനാണ്? എന്നെ കണ്ടില്ലെങ്കിൽ അവൻ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ പലതും മല്ലൻ കടുവ ചിന്തിച്ചു. രാവിലെ വിശന്ന് കരയുന്ന കുട്ടികളെയും പ്രസവിച്ചു കിടക്കുന്ന പെൺകടുവയും കണ്ട് വിഷമിച്ച് ഇര തേടി ഇറങ്ങിയതാണ് മല്ലൻ. കാടുകൾക്കിടയിലൂടെ ശബ്ദമുണ്ടാക്കാതെ വളരെ ദൂരെ നടന്നു. എങ്ങും ഒരു ജന്തുവിനെയും കണ്ടില്ല. ഈറക്കാട് തകർത്തൊടിച്ച് ഒരു കൂട്ട ആനകൾ തിന്നു മതിക്കുന്നു. മല്ലൻ വിചാരിച്ചു, വല്ല കിഴങ്ങോ ഇലയോ തിന്നാൻ കഴിയുമായിരുന്നെങ്കിൽ. ഈ കഷ്ടത വല്ലതുമുണ്ടോ? ആനകൾ എത്ര സന്തോഷമായി ജീവിക്കുന്നു. അവയ്ക്ക് വല്ല ജന്തുക്കളെയും പിറകെ ഓടാനോ പരസ്പരം കടിച്ചു കീറി തീവ്രവേദന അനുഭവിക്കുകയേ വേണ്ട. മല്ലൻ ആനകളെ നോക്കി കുറച്ചു നേരം നിന്നു. അതിനുശേഷം കാട്ടാറിന്റെ കരയിൽ കൂടി ഒളിച്ചും പതുങ്ങിയും കുറെ ദൂരം നടന്നു. വല്ല കാട്ടുപോത്തോ മാനോ മ്ലാവോ വെള്ളം കുടിക്കാൻ വരുന്നെങ്കിൽ ഒന്നിനെ പിടികൂടാമെന്ന് കരുതി. നടന്ന് ക്ഷീണിക്കുന്നതല്ലാതെ ഒരു മൃഗത്തെയും കാണുന്നില്ല. എന്താ നിവർത്തി? കെട്ടിയവൾ പ്രസവിച്ചു കിടക്കുന്നു. സഹിക്കാനാകാത്ത വിശപ്പും ആർത്തിയും കൊണ്ട് കിടന്നു പിടയ്ക്കുന്നു. ലഘുഭക്ഷണത്തിന് ഒരു മുയലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ കരുതി. പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ നിഴൽ പറ്റി അവൻ ആലോചനയും മുഴുകിയിരുന്നു. അപ്പോൾ അതാ ഒരു ശബ്ദം. അവൻ തലപൊക്കി നോക്കി. അതാ ഒരു കലമാൻ അതിവേഗത്തിൽ അവൻ ഇരുന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നു. അവന്റെ കൈ അയലത്തിലെത്തിയതും മല്ലൻ കടർന്നു പിടിച്ചതും ഒപ്പം കഴിഞ്ഞു. അത് താരൻ എന്ന മാനായിരുന്നു. അവൻ ആകെ പരവശനായി, ഭയഭ്രാന്തനായി. ഇനി രക്ഷയില്ല. കാലന്റെ വായിലാണ് വീണിരിക്കുന്നത്. മാൻ ധൈര്യം വീണ്ടെടുത്ത് ഒരു ഉപായം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. താരൻ കടുവയോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, ഞാൻ എവിടെയെല്ലാം ചേട്ടനെ അന്വേഷിച്ചു നടന്നു. ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ചേട്ടൻ എന്നെ കൊന്നു തിന്നോ, എനിക്ക് സങ്കടമില്ല. എന്തുവാ? മല്ലൻ ചോദിച്ചു. കൊഴുത്ത് തടിച്ച മാൻ. ഇവൻ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഇനി രക്ഷപ്പെടുമില്ല. എങ്കിലും ഇവന്റെ കാര്യമൊന്ന് കേട്ടുകളയാം. ചേട്ടാ, എനിക്ക് എത്രയോ നാളായി കൊതിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായതാ. അവനിപ്പോൾ ചാകും. ചങ്കിന്റെ അനക്കം കൂടെ കൂടെ അങ്ങ് നിൽക്കും. അതിന് നമ്മുടെ ജമ്പുകൻ വൈദ്യൻ പറഞ്ഞത് എന്താണെന്നോ? എന്താണ് അവൻ പറഞ്ഞത്? എൻ്റെ ചേട്ടൻ സഹായിക്കണം. വൈദ്യര് പറഞ്ഞത് പെറ്റുകിടക്കുന്ന കടുവയുടെ മുലപ്പാൽ കുടിക്കണമെന്നാ. ഞങ്ങളെ കൊണ്ടാകുമോ? ചേട്ടനൊന്ന് കനിയുമോ? താരൻ സങ്കടം അഭിനയിച്ചു. നിന്റെ കുട്ടി എവിടെ? അയ്യോ, അവൻ്റെ തള്ള അതിനെയും വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടനൊന്ന് മൂളിയാൽ മതി, ഞാൻ പോയി തള്ളയെയും മോനെയും കൂട്ടിക്കൊണ്ടുവരാം. താരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ പോയി കൊണ്ടുവന്നാൽ എൻ്റെ അടുത്ത് പാലുണ്ടോ? മല്ലൻ ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല, അവിടത്തെ ഗുഹയിൽ ഞാനും കെട്ടിയോളും മോനും കൂടി വരാം. അവിടുന്ന് കടുവമ്മയോട് പറഞ്ഞ് 2 നേരം പാല് കൊടുപ്പിക്കണം. പിന്നെ അവർ പൊക്കോളും. ഞാനിവിടെ നിൽക്കാം. എന്നെ അങ്ങ് കൊന്നു തിന്നോളണം. എൻ്റെ കുട്ടി ജീവിച്ചാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. മാൻ അറിയിച്ചു. നല്ല കാര്യം. മല്ലൻ ആലോചിച്ചു. താരനും അവൻ്റെ പെണ്ണും കുട്ടിയും കൂടി ഗുഹയിലേക്ക് വരിക. 2 ദിവസത്തേക്ക് സുഖമായ ഭക്ഷണം. എങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വേണ്ട. കൊള്ളാം. കടുവ ചോദിച്ചു. എവിടെയാണ് നീ താമസിക്കുന്നത്? വളരെ ദൂരെയാണോ? അല്ല, അതാ ആ കാണുന്ന മരത്തിൻ്റെ അപ്പുറത്തുള്ള പൊന്തക്കാട്ടിലാണ്. അവിടുന്ന് സമ്മതിച്ചാൽ 1 നിമിഷത്തിനകം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. താരൻ വിനീതനായി പറഞ്ഞു. ശരി, നീ ആദ്യമായി ഒരു കാര്യം പറഞ്ഞതല്ലേ? എനിക്കും ഒരു കുട്ടിയുണ്ടല്ലോ, അത് ഓർക്കണമല്ലോ. ഏതായാലും പോകുന്നതും വരുന്നതും അറിയരുത്. അത്രയും വേഗം വേണം. എനിക്കിവിടെ അധികം നേരം നോക്കി നിൽക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടുവ പിടിവിട്ടു.
മനസ്സിലായി, വലിയ ഉപകാരമാണ്. ഞാൻ ഒരു നിമിഷത്തിൽ അങ്ങ് എത്തിക്കോളാം. ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് താരൻ ഒരു കുതിപ്പ്. 1 മൈൽ അകലെ നിന്നാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. പിന്നീട് പൊന്മാൻ വഴിമാറി ജീവനും കൊണ്ടോടി. മല്ലൻ മാൻ പോയ വഴിക്ക് കണ്ണെന്നത്ത് അപ്പോൾ മുതൽ ഇരിപ്പാണ്. നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ വരുമോ? പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞതാണോ? മല്ലന് സംശയമായി തുടങ്ങി. ചിന്തകൾക്ക് ചൂടുപിടിച്ചു. സമയം വളരെ വൈകുന്നു. എങ്കിലും മല്ലൻ മാൻ വരുന്നതും കാത്ത് ഏറെ നേരം അവിടെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്നു.